ഇൻഷുറൻസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാവരും ഇൻഷുറൻസ് എടുത്തേ പറ്റൂ. പക്ഷേ അൾട്ടിമേറ്റ്ലി അതും ഒരു ഭയങ്കര ഡേഞ്ചറസ് സ്ഥിതിയാണ്. ഒരു രോഗിയെ എന്ത് ചികിത്സിക്കണം, എത്ര സമയം ചികിത്സിക്കണം, എന്ത് ഓപ്പറേറ്റ് ചെയ്യണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഇൻഷുറൻസ് കമ്പനികളാണ്. റാദർ ദാൻ ദി ഡോക്ടർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ല. അത് ഇവിടെ എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത് ചിലപ്പോൾ ഇവരൊക്കെ അവിടെ ഇരുത്തിരിക്കുന്ന മെഡിക്കൽ ഡോക്ടർമാരെന്ന് പറയുന്നത് യാതൊരു വിവരം ഇല്ലാത്ത വെളിയിലൊക്കെ പഠിച്ചു വരുന്നവരായിരിക്കാം ചിലപ്പോൾ. ഈ പേഷ്യൻ്റ് വർഷം 25,000-30,000 രൂപ ചുമ്മാ കൊടുക്കുകയാണ്. അവൻ 10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു ഓപ്പറേഷൻ വരുന്നത്. പറഞ്ഞ മനസ്സിലല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള റിഡിക്കുലസ് ആയിട്ടുള്ള റേറ്റുകളാണ്. അതുകൊണ്ടാണ് മെഡിസെപ്പിലും അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പോലും ഒരു കമ്പനിയായിട്ട് ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ്. എനിക്ക് ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ ഇവർ കട്ട് ചെയ്തേ. നമ്മൾ വിദേശ നിക്ഷേപത്തിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഈ വിദേശ നിക്ഷേപം വരുമ്പോൾ മികച്ച ചികിത്സ ലഭ്യമാക്കുമെന്ന് പറയുന്നു. പക്ഷേ എല്ലാവർക്കും ആ മികച്ച ചികിത്സ കിട്ടണം എന്നില്ലല്ലോ. അപ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനി പലരും പറയുന്ന ഇൻഷുറൻസ് എടുത്താൽ മതി. അപ്പോൾ ഇൻഷുറൻസിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം നല്ലതാണ്? ഈ മികച്ച ചികിത്സ എല്ലാ രോഗങ്ങൾക്കും അതിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ കാരണം. പക്ഷേ ചില സ്പെഷ്യലൈസ്ഡ്, ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയണം, ഇപ്പം നമ്മുടെ ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആരംഭത്തിലേ പോയാൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു ബ്ലോക്ക് വരികയാണെങ്കിൽ ഹാർട്ടിൽ ചെയ്യുന്ന പോലെ ഇപ്പം ലേറ്റസ്റ്റ് ടെക്നിക്കാണ്. അതെല്ലാ ആശുപത്രിയിലും ഇല്ല, വലിയ ആശുപത്രികളേ ഉള്ളൂ. നമുക്ക് അതേ ഞാൻ പറയാൻ കാരണം, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ജനറൽ പ്രാക്ടീഷണോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനോ ഉണ്ടെങ്കിൽ പറയും ഇമ്മീഡിയറ്റ്ലി ഇന്നടത്ത് പോകണം. അവിടെയാണ് അങ്ങനെയുള്ളിടത്ത് ഈ ആശുപത്രികൾ നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെയുള്ള വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. ഇതൊന്നും നമുക്ക് ഒരു ഗവൺമെൻറ്റിന് പ്രൊവൈഡ് ചെയ്യാൻ വലിയ ഡിഫിക്കൽട്ടി. അപ്പോൾ മെഡിക്കലിൽ പോയാൽ ഇതെല്ലാം റിസൾട്ട് കിട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് സമയം ഒത്തിരി പോയെന്ന് വരും, ആ പ്രഷ്യസ് ടൈം പോയെന്ന് വരും. നേരെ മറിച്ച് ഒരു എമർജൻസി സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള മേജർ പ്രൈവറ്റ് ഹോസ്പിറ്റൽ തന്നെയാണ്, യാതൊരു സംശയമില്ല. അതിന് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഓണർഷിപ്പ് അമേരിക്കയിലിരിക്കുന്ന ഒരാടയിലാവുന്നതിൻ്റെ കുഴപ്പമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ആശുപത്രികൾ നമുക്ക് തീർച്ചയായിട്ടും വേണം. ഇതിപ്പോൾ എനിക്ക് പോലും ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള ആശുപത്രിയിലേ പോകത്തുള്ളൂ. അപ്പോൾ അതാണ് ഒരു കാര്യം. അതേപോലെ ഒരു ക്യാൻസർ ചികിത്സ, അത് ചിലപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഇപ്പോഴത്തെ തന്നെ പ്രോട്ടോൺ റേഡിയേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാ ആശുപത്രികളിലും ഇല്ല, ഉള്ളിടത്താണ് അത് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് കൊടുക്കാൻ പറ്റുക. അങ്ങനെയുള്ള ചികിത്സയ്ക്ക് നമുക്ക് അതെല്ലാം വേണം. അതൊരു കാര്യം ഇരിക്കട്ടെ. പിന്നെ രണ്ടാമത് നമ്മുടെ ഇൻഷുറൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇൻഷുറൻസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാവരും ഇൻഷുറൻസ് എടുത്തേ പറ്റൂ. പക്ഷേ അൾട്ടിമേറ്റ്ലി അതും ഒരു ഭയങ്കര ഡേഞ്ചറസ് സ്ഥിതിയാണ്. അതായത് അമേരിക്കയിൽ പോലും ഇൻഷുറൻസ് ഏറ്റവും വ്യാപകമായിട്ടുള്ള USA ആണെങ്കിൽ അവിടെ ഒരു രോഗിയെ എന്ത് ചികിത്സിക്കണം, എത്ര സമയം ചികിത്സിക്കണം, എന്ത് ഓപ്പറേറ്റ് ചെയ്യണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഇൻഷുറൻസ് കമ്പനികളാണ്. റാദർ ദാൻ ദി ഡോക്ടർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ല. അത് ഇവിടെ എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പം പല റിഡിക്കുലസ് ചോദ്യങ്ങളാണ് ഇൻഷുറൻസ് കമ്പനികൾ നമ്മളോട് ചോദിക്കുന്നത്. അതായത് ഒരു മൂക്കിൻ്റെ പാലത്തിന് ഈയിടയ്ക്ക് ഒരു പേഷ്യൻ്റ് മൂക്കിനകത്ത് റിപ്പീറ്റഡായിട്ട് ഇൻഫെക്ഷൻ വരികയാണ്. അപ്പോൾ ഞാൻ മൂക്കിൻ്റെ ഡിവേഷനുണ്ട്, അതുകൂടാതെ മൂക്കിൻ്റെ സൈനസിൽ ഒരു ബ്ലോക്കും ഉണ്ട്. അപ്പം നമ്മൾ ചെയ്ത ഓപ്പറേഷൻ്റെ പേര് സെപ്റ്റോപ്ലാസ്റ്റി ആൻഡ് ഫെസ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്തു. അപ്പം ഇവർ ചോദിച്ചിരിക്കുകയാണ്, ഈ സെപ്റ്റോപ്ലാസ്റ്റി പ്ലാസ്റ്റിക് സർജറിയാണ്, കോസ്മെറ്റിക് സർജറിയാണ്, എന്തിനാണ് ഈ കോസ്മെറ്റിക് സർജറി ചെയ്തത്? ഇത് ചിലപ്പോൾ ഇവരൊക്കെ അവിടെ ഇരുത്തിരിക്കുന്ന മെഡിക്കൽ ഡോക്ടർമാരെന്ന് പറയുന്നത് യാതൊരു വിവരം ഇല്ലാത്ത വെളിയിലൊക്കെ പഠിച്ചു വരുന്നവരായിരിക്കാം ചിലപ്പോൾ. അങ്ങനെ റിഡിക്കുലസ് ചോദ്യങ്ങളാണ്. അപ്പോൾ എന്നിട്ട് ഡിനേ ചെയ്തു. ശരി. ബിക്കോസ് എന്താണ് ഇത്, മൂക്കിനകത്ത് ചെയ്യുന്ന ഓപ്പറേഷൻ എങ്ങനെ ഒരു കോസ്മെറ്റിക് സർജറി ആവുന്നത്? അതുപോലും ഇവർക്ക് അറിയത്തില്ല. ഇങ്ങനെയുള്ള റിഡിക്കുലസ് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ചിലപ്പോൾ ഒരു രണ്ട് ദിവസമൊക്കെയാണ് സാധാരണ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾ ഈ മൂക്കിൻ്റെയൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടത്തുന്നത്. ചില പേഷ്യൻ്റ് 2-ാം ദിവസം നല്ല മൂക്കിന് പെയിൻ എന്നൊക്കെ പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ദിവസം കൂടെ നമ്മൾ കിടത്തും. അല്ലെങ്കിൽ ഒരു മൂക്കിലെ പഞ്ഞി, ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ മൂക്കിലൊരു പാക്കൊക്കെ എടുക്കുമ്പോൾ ചെറിയ ബ്ലീഡിങ് കാണും. ഇത് അവർ റെഫ്യൂസ് ചെയ്യും. എന്തിനാണ് 3 ദിവസം കിടത്തിയത്, ഒരു ദിവസം പിറ്റേന്ന് വിടാത്ത എന്താ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അത് മാത്രമല്ല, ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇതെല്ലാം ആശുപത്രികളെ ഡിക്റ്റേറ്റ് ചെയ്യുകയാണ് ഈ ഇൻഷുറൻസ് കമ്പനികൾ. അതായത് ഇന്ന ഓപ്പറേഷന് ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ്, ഒരു എൻഡോസ്കോപ്പിക് അഡിനോഡക്ടമി, മൂക്കിൽ കുട്ടികളിലുള്ള മൂക്കിൻ്റെ പുറകിലുള്ള ദശ, അതിന് പല ഈ കമ്പനികളും കൊടുക്കുന്നത് പാക്കേജ്, അഡ്മിഷൻ, റൂം വാടക, മരുന്നുകൾ, ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന മെഡിസിൻ്റെ ഇത്, അന്നേരം ഇരിക്കുന്ന എൻഡോടെൽ ട്യൂബ്, ഇങ്ങനെയുള്ള ഡിവൈസസ് ഉണ്ട്, അതിൻ്റെ എല്ലാം കോസ്റ്റ്, അതുകൂടാതെ അനസ്തെറ്റിസ്റ്റിൻ്റെ ചാർജ്, സർജൻ്റെ ചാർജ്,
അതുകൂടാതെ തിയേറ്ററിൻ്റെ ഒരു ചാർജ് വരുമല്ലോ, ലൈറ്റ്, ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ചാർജ് വരും, നേഴ്സിൻ്റെ ചാർജ്, ഇതെല്ലാം വരും. അതുകൂടാതെ നമ്മൾ ചെയ്യുന്നത് മൈക്രോ ഡിബ്രർ എന്ന് പറയുന്ന ഒരു മെഷീൻ വെച്ചാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ടിപ്പ് ഡിസ്പോസിബിളാണ്. 2-3 കേസ് നോർമലി ഒരു കേസിന് ഉപയോഗിക്കാവുള്ളൂ, പക്ഷേ അത് സ്റ്റെറിലൈസ് ചെയ്ത് നമ്മൾ 2-3 കേസുകൾക്ക് ഉപയോഗിക്കും. ഒരു ടിപ്പിന് 14,000-15,000 രൂപയാണ് കോസ്റ്റ്. അതുകൂടാതെ കോബ്ലേഷൻ എന്ന് പറയുന്ന ഒരു ഇത് വെച്ചാണ് നമ്മൾ ബ്ലീഡിങ് നിർത്തുന്നത്. അതും 2-3 കേസുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു കോബ്ലേഷൻ ടിപ്പിന് 20,000 രൂപയാണ് അതിൻ്റെ വില. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് പാക്കേജിൽ എത്ര വരുന്നത്? 45,000 രൂപ. അപ്പം 45,000 രൂപ കിട്ടി കഴിഞ്ഞാൽ ഈ സർജറി, ഈ റിസ്ക് എല്ലാം എടുത്ത് ചെയ്യുന്ന സർജറിന് 3,000-4,000 രൂപ കിട്ടും. അത് ചെയ്യാൻ ഒക്കത്തില്ല. ഇത് ഇവരുടെ പാക്കേജ്. ഈ പാക്കേജ് ഇതുകൊണ്ട് ആശുപത്രികൾക്ക് ഭയങ്കര വിഷമായിട്ടിരിക്കുകയാണ്. അതാണ് അങ്ങനെ അത് കറക്റ്റായിട്ടുള്ള ഇൻഷുറൻസ് ഇതിൻ്റെ ലാഭം ആർക്കാണ് കിട്ടുന്നത്? അതേസമയം ഈ പേഷ്യൻ്റ് വർഷം 25,000-30,000 രൂപ ചുമ്മാ കൊടുക്കുകയാണ്. അവൻ 10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു ഓപ്പറേഷന് വരുന്നത്. പറഞ്ഞ മനസ്സിലല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള റിഡിക്കുലസ് ആയിട്ടുള്ള റേറ്റുകളാണ്. അതുകൊണ്ടാണ് മെഡിസെപ്പിലും അതാണ് സംഭവിച്ചിരിക്കുന്നത്. മെഡിസെപ്പ് എന്തുകൊണ്ട് ഫെയിലായി? പ്രൈവറ്റ് ആശുപത്രികളൊന്നും എടുക്കാത്തതിൻ്റെ കാരണം എന്താ? ഒരു ഓപ്പറേഷൻ്റെ പാക്കേജ് എന്ന് പറഞ്ഞാൽ 15,000 രൂപ, 12,000 രൂപ. 12,000 രൂപയ്ക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇരിക്കാം. ഞാൻ എന്തിനാണ് വൈ ഷുഡ് ഐ ടേക്ക് എ റിസ്ക് ഓഫ് ദിസ് സർജറി ഫോർ എ 3,000 റുപ്പീസ്? ഒരു ഡോക്ടറെ, അത് 50 കൊല്ലം സർവീസുള്ള ഒരു ഡോക്ടർ പോയി 3,000 രൂപയ്ക്ക് ഒരു സർജറി ചെയ്തിട്ട് വല്ല കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കേസിനും നഷ്ടപരിഹാരത്തിനും നമ്മൾ നടക്കണം. ഈ ഒരു കൺസെപ്റ്റ് ആശുപത്രികൾ ആശുപത്രികളിൽ ഇന്നത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ ഇൻഷുറൻസ്. പക്ഷേ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് ഇല്ലാതെ ഇപ്പം ജീവിക്കാനും ഒക്കത്തില്ല. കാരണം അപ്രതീക്ഷിതമായിട്ടൊക്കെ പോയാൽ ചിലപ്പോൾ ഒരു ICUയിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ 50,000 രൂപയോ 1,00,000 രൂപയൊക്കെ പോയി കിട്ടിയെന്ന് വരും. സോ ഇൻഷുറൻസ് ഡെഫിനറ്റായിട്ട് വേണം. അത് പ്രത്യേകിച്ച് ഇൻഷുറൻസ് കമ്പനിയെ സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ ഹിസ്റ്ററിയും അത് നെറ്റിലെല്ലാം ഗൂഗിളിലെല്ലാം കിട്ടും. അവരെ പറ്റിയുള്ള കമൻസുകൾ അവർ പലതും ആവശ്യമില്ലാത്ത നിസ്സാര കാര്യം പറഞ്ഞ് ഇവർ കട്ട് ചെയ്യുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായി? ഞാൻ പോലും ഒരു കമ്പനിയായിട്ട് ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ്. എനിക്ക് ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ ഇവർ കട്ട് ചെയ്ത് എൻ്റെ വൈഫിന് ആങ്കിളിനൊരു ഫ്രാക്ചർ വന്നു. അപ്പോൾ അത് അന്നത്തെ കാലത്ത് ഇതൊരു 10-12 കൊല്ലം അല്ലേ, ഭാഗ്യത്തിന് എന്താ നമ്മുടെ നാട്ടിലൊരു കേസ് എന്ന് പറഞ്ഞാൽ 20 കൊല്ലം എടുക്കുമല്ലോ. ഫ്രാക്ചർ വന്നിട്ട് അത് കോസ്മോയിൽ പോയി ചെയ്തു. അപ്പോൾ 70,000 രൂപയാണ്. അത് 2 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് ഉള്ളതാണ്. 70,000 രൂപയാണ്. ഇവർ 17,000 രൂപ കട്ട് ചെയ്തു. അപ്പോൾ ഒരു റീസണും ഇല്ല. അപ്പം ഞാനത് ഓംബുഡ്സ്മാനിൽ കംപ്ലയിൻറ്റ് ചെയ്തു. പുള്ളി അത് അനുവദിച്ചു. ഇവർ പോയി ഹൈക്കോടതി അപ്പീൽ കൊടുത്തു. ഇൻഷുറൻസ് കമ്പനിക്ക് എന്താ, അവർ വേണേൽ സുപ്രീം കോടതിയിലും പോകും. എനിക്കറിയാം. കാരണം എത്രയോ പേഷ്യൻസ് ഇങ്ങനെ ഞാൻ കൊടുത്ത 10,000 രൂപയ്ക്ക് വേണ്ടിയല്ല, ബിക്കോസ് ഐ ന്യൂ ദാറ്റ് ഇൻഷുറൻസ് കമ്പനികൾ ഈ ക്ലയൻസിനെ ചൂഷണം ചെയ്യുന്നുള്ളത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അത് ഒരു സൊല്യൂഷൻ വേണമെന്ന് വെച്ചാണ് ഞാൻ കേസിന് പോയത്. അത് കേസ് ഇപ്പോഴും ഹൈക്കോടതി കിടക്കുന്നേ ഉള്ളൂ. എങ്കിൽ തന്നെ നമ്മുടെ ഇൻഷുറൻസ് നമ്മൾ എടുത്തിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് തീർച്ചയായിട്ടും അത് നല്ല ഇൻഷുറൻസ് കമ്പനി, അതായത് ഈ പേയ്മെൻറ്റ് കട്ട് ചെയ്യുന്ന അവരുടെ ഹിസ്റ്ററിയൊക്കെ നോക്കി പലരോടും അഭിപ്രായം ചോദിച്ച് ഈ ഏജൻറ്റ് പറയുന്നത് 100% വിശ്വസിച്ച് കളയരുത്. പലപ്പോഴും അങ്ങനത്തെ മോശം ഇൻഷുറൻസ് കമ്പനികളുണ്ട് ഇതിനകത്ത്. ശരി. അത് അങ്ങനെയുള്ള രീതിയിൽ ഉള്ള കമ്പനികളായിട്ട് വേണം. ഡോക്ടർ ഒരുപാട് വർഷങ്ങളായിട്ട് കുറേ രോഗികളെ കാണുന്നു. ഇൻഷുറൻസിൻ്റെ മെത്തേഡെല്ലാം അറിയാവുന്നതല്ലേ? ഈ കമ്പനികളുടെ പേര് വേണ്ട എങ്കിൽ കൂടി ഒരു രോഗി അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുൻപ് എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒന്ന്, ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇൻഷുറൻസ് എടുക്കുമ്പോൾ അത് പൂരിപ്പിക്കുമ്പോൾ നമുക്കുള്ള രോഗങ്ങൾ കൃത്യമായിട്ട് അത് എഴുതിയിരിക്കണം. പലരും അത് മറച്ചു വെച്ചിട്ടാണ്. പക്ഷെ അത് ചിലപ്പോൾ ഏജന്റുമാർ പറയാം അങ്ങനെ നമ്മുടെ രോഗം എഴുതി കഴിഞ്ഞാൽ തെറ്റ് ഒരു എമൗണ്ട് ഫുള്ള് കിട്ടില്ല. അതാണ് ഞാൻ പറയുക. അതൊക്കെ ശരിയായിരിക്കും. 2 കൊല്ലം കഴിഞ്ഞാൽ കിട്ടും. ഇതിനൊരു പീരീഡ് ഉണ്ട്. ഇപ്പം ഞാൻ ഡയബറ്റീസ് ഉള്ള ആളാണ്. ഞാൻ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഡയബറ്റീസ് റിവീൽ ചെയ്യണം. അത് ഹോണസ്റ്റിയുടെ ഒരു പ്രശ്നമാണ്. അത് ആ പേരും പറഞ്ഞായിരിക്കും ഭാവിയിൽ എനിക്കൊരു സ്ട്രോക്ക് വരുമ്പോഴത്തേക്ക് ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ടോട്ടലി ഡിനൈ ചെയ്യും നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ. നേരെ മറിച്ച് 3 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഈ നമ്മൾ റിവീൽ ചെയ്ത രോഗങ്ങളുമായിട്ടായാലും ഇൻഷുറൻസ് കിട്ടും. അതാണ് നിയമം. ചതിയിലാണ് വീഴുന്നത്. അത് അത് ഞാൻ പറഞ്ഞു, ഇൻഷുറൻസ് ഏജൻസിമാരെ 100% വിശ്വസിക്കരുത്. അത് എടുത്തവരുമായിട്ടോ അല്ലെ വേറൊരാളുമായിട്ടൊക്കെ ചോദിച്ചേ നമ്മൾ ചെയ്യാവുള്ളൂ. അതാണ് പ്രധാനമായിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കമ്പനിയുടെ ഈ ക്ലെയിം ഡിനൈ ചെയ്യാനുള്ള റേറ്റ് അതൊക്കെ നമുക്ക് ഗൂഗിളിൽ അറിയാവുന്നവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കണ്ടുപിടിച്ച് തരും. അത് നോക്കി കൂടുതൽ ഡിനൈ ചെയ്യുന്ന കമ്പനികളുണ്ട്. അത് IRDA എന്ന് പറയുന്ന ഇൻഷുറൻസ് റെഗുലേറ്ററി
കമ്മീഷനുണ്ട്. അവരുടെ സൈറ്റിൽ പോയാൽ അവരുടെ ഒരു ലിസ്റ്റൊക്കെ ഉണ്ട്, ഏതിലാണ് കൂടുതൽ ഡിനേ നടക്കുന്നതൊക്കെ ഉണ്ട്. അതെല്ലാം നോക്കണം നമ്മൾ, എന്നിട്ടേ നമ്മളത് എടുക്കാവുള്ളൂ. പിന്നെ മൂന്നാമത്, ഈവൻ നമുക്ക് അടുത്തുള്ള വലിയ ഹോസ്പിറ്റലിലും പോയി ചോദിക്കാം, അവർക്ക് ഏത് ഇൻഷുറൻസുമായിട്ടാണ് കൂടുതൽ ഈസിയായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നത്. പെർമിഷൻ, കാരണം നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഇത് റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ ആദ്യം ഒരു പെർമിഷൻ കിട്ടണം. അത് ചില കമ്പനികൾ 2 ദിവസം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കും, അല്ലെ പല പല ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിലും കൂടെ നമ്മളൊന്ന് എൻക്വയറി ചെയ്യുന്നത് നല്ലതാണ്. ഏതാണ് നിങ്ങളുടെ ഇതിന് എക്സ്പീരിയൻസിൽ ഡോക്ടർമാരോട് ചോദിച്ചാൽ മതി, അവരെ ചികിത്സിക്കുന്ന പല ഡോക്ടർമാരും കാണുമല്ലോ. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിലൊക്കെ ഉള്ളവർക്ക് അവർക്ക് അന്വേഷിച്ചിട്ട് കാര്യം പറയാൻ പറ്റും. അപ്പോൾ ഇത് 3 കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. പിന്നെ എപ്പോഴും നമ്മുടെ ഈ കോസ്റ്റ് കൂടുന്നു, എല്ലാ അവസ്ഥയിലും എല്ലാ കാര്യങ്ങളിലും കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഒരു മിനിമം വെക്കാതെ ഇച്ചിരി വലിയ തുക ആദ്യം വെച്ചിട്ട്, ഈ തുക കൂടുന്തോറും അതിൻ്റെ റേറ്റ് അതിനനുസരിച്ച് പ്രൊപ്പോർഷനേറ്റായിട്ട് ഇൻഷുറൻസ് പ്രീമിയം കൂടത്തില്ല. കഴിവതും ഒരു 10 ലക്ഷം രൂപയ്ക്കെങ്കിലും നമ്മൾ, എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ കാലത്ത് എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. പിന്നെ യങ്ങർ ഈ ചെറുപ്പത്തിലേ എടുക്കാമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള റേറ്റ് കുറഞ്ഞിരിക്കും. ഇപ്പോൾ 70 വയസ്സിൽ പോയി 65 വയസ്സിൽ പോയി എടുക്കുന്ന റേറ്റ് വളരെ കൂടുതലായിരിക്കും. സോ ബെറ്റർ യു ടേക്ക് എ ലിറ്റിൽ എയർലി. ചെറുപ്പത്തിലേ തന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഈ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.